അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ വണ്ടിക്ക് എത്ര രൂപയായിട്ടുണ്ട്? ടോട്ടൽ കോസ്റ്റ് ആൾമോസ്റ്റ് ഒരു 1.14-15 ആയിട്ടുണ്ട്. 1.15 ഇപ്പോൾ ഈ ഒരു 1975 മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഇരിക്കുന്ന വണ്ടിക്ക് ആയത്. എന്തായാലും ഇതിലും എനിക്ക് തോന്നുന്നു ആ ഒരു ക്രോം എലമെന്റ് ആണ് ഏറ്റവും കൂടുതൽ. ഇത് നമ്മൾ ഇതുവരെ ചെയ്തൊരു വെറൈറ്റി കളർ. അതെ, വെറൈറ്റി കളർ, അതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ആ ഒരു ക്രോം എലമെന്റ് ഇഷ്ടപ്പെട്ടത് ബ്ലാക്കിൽ വന്നപ്പോഴത്തേക്ക്. നമ്മുടെ ഡോക്ടറിന്റെ വണ്ടി ഉണ്ടല്ലോ, അത് എടുപ്പുണ്ട്. പക്ഷേ ഈ കളർ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കസ്റ്റമർ, അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടമാണ്, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി പൊളിച്ചത്. അത്രേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, അതിൽ വേറൊരു സംശയമല്ല. അപ്പോൾ 1,14,000 അല്ലെങ്കിൽ 15,000 രൂപയുടെ വണ്ടിയാണ് ഇത് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള വണ്ടികൾ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷിജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഷിജിൻ്റെ ഷോപ്പ് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനകത്തുള്ള കടയ്ക്കാവൂരിനാണ്. ജസ്റ്റ് ഗൂഗിളിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിജിൻ്റെ ആ ഒരു ലൊക്കേഷൻ കിട്ടുന്നതാണ്. കൂടാതെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സോ റീസ്റ്റോറേഷൻ എന്നുള്ളതല്ല, എന്ത് ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഷിജിനെ കോൺടാക്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഈ പഴയ വണ്ടിയൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഒരു റഫ്നെസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി അടിപൊളിയായിട്ട്. എഞ്ചിൻ പണി തന്നെ 6,000 അല്ലേ ഉള്ളല്ലേ? ലേബർ 6,000, പിന്നെ ഡിപ്പെൻസ് നമ്മുടെ സ്പെയർ അല്ലേ, പൈസ അത് മാറും. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങനെ എന്തായാലും ഒരു ഉദ്ദേശം എത്ര രൂപ ആവും? പഴയ മോഡൽ വേണ്ടി ഒരു എഞ്ചിൻ ഫുള്ള് പൊളിച്ച് ക്രാങ്ക് വെയിറ്റ് എല്ലാം കൂട്ടി ഒന്നേന്നകത്ത് മൊത്തം പുതിയ സാധനം ഇട്ട് പണിത് വരുമ്പോൾ എങ്ങനെയായാലും ഒരു 30-31 രൂപ 30 രൂപ. പക്ഷേ 30 രൂപ മുടക്കിയാലും പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലിൽ 2 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എഞ്ചിന്. 2 വർഷത്തെ ഗ്യാരണ്ടി. 2 വർഷത്തെ ഗ്യാരണ്ടി, പിന്നെ എന്തോ വേണം, അത്രേ ഉള്ളൂ. എന്തായാലും വണ്ടി അടിപൊളിയായിട്ട് പുതിയ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീലിൽ ഓടിച്ചു പോകാം, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.